നമസ്കാരം. 2025 ജൂലൈ മാസം ഏറ്റവും കൂടുതൽ വിറ്റ കാറുകളെ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫെസ്റ്റിവൽ സീസണ് മുന്നോടിയായിട്ടുള്ള മാസമാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കാര്യമായിട്ടുള്ള സെയിൽ അങ്ങനെ നടക്കാറില്ല. കാരണം ഇനി സൗത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ഓഫറൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആളുകൾ ഓണത്തിൻ്റെ ഓഫറിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു ജൂലൈ എന്ന് പറയുന്നത്. ഓഗസ്റ്റിലേക്ക് അത്യാവശ്യം ഓഫേഴ്സൊക്കെ വരും. സെപ്റ്റംബറിലാകുമ്പോഴത്തേക്കും കുറച്ച് ഓഫേഴ്സൊക്കെ കുറച്ചധികം വരും. ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വരുന്നത് യഥാർത്ഥത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഇയർ എൻഡ് അത് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലിനൊക്കെയാണ് കമ്പനികൾ കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2025 ജൂലൈ മാസം ഏറ്റവും കൂടുതൽ വിറ്റ കാറുകളെ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമായിട്ടുള്ള ബലീനോ ആണ്. നമുക്കറിയാം, ബലീനോ എന്ന് പറയുന്ന വാഹനം മികച്ചൊരു വാഹനമാണ്. 8,05,000 മുതൽ 11,84,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിൽ ഒരു 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണുള്ളത്, 4 സിലിണ്ടർ എഞ്ചിനാണുള്ളത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു വാഹനം CNGയിലും അവൈലബിൾ ആണ്. അതാണ് എടുത്തു പറയേണ്ട മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. 2025 ജൂലൈ മാസം ബലീനോ 12,600 യൂണിറ്റുകളാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സെയിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷൻ ആയിട്ടുള്ള മറ്റൊരു മോഡലുണ്ട്. അത് ടൊയോട്ട വഴിയാണ് വിൽക്കുന്നത്. അതിന് ഗ്ലാൻസ എന്ന് പറയും. അപ്പോൾ ആ ഒരു വാഹനം ഇതും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാൻസയേക്കാൾ ഒരുപാട് വിൽപ്പന കൂടുതൽ ബലീനയ്ക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. ഇനി 9ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് നെക്സോൺ ആണ്. നെക്സോണിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നെക്സോൺ ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ 4 അവതാരത്തിലും അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് നെക്സോൺ. കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വാഹനം 2025 ജൂലൈ മാസം 12,855 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലാണ്. ഇതിനകത്ത് ഡീസൽ വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, EV വരുന്നുണ്ട്. അത് മാത്രമല്ല CNGയും കൂടെ വരുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം മുതൽ 15,60,000 വരെയാണ് പെട്രോൾ വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ 8ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ടുള്ളൊരു വാഹനമാണ്. ആർടെക് പ്ലാറ്റ്ഫോമിൽ വന്നൊരു വാഹനമാണ്. ഫ്രോങ്സ് ആണ്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ മാർക്കറ്റിലേക്കുള്ള ഒരു എസ് ക്രോസിൻ്റെ മുഖഭാവത്തോടു കൂടിയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. 2023 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ജിംനി ലോഞ്ച് ചെയ്തു. അപ്പോൾ ജിംനിയുടെ ഒരു പ്രഭയിൽ അത്ര കണ്ടങ്ങ് ആളുകൾ ശ്രദ്ധിക്കാതെ പോയൊരു വാഹനമാണ്. എന്നാൽ കാലക്രമേണ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല സെയിൽ ലഭിച്ചു. 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുണ്ട്. അത് മാത്രമല്ല, ഫ്രോങ്സിന് ഒരു ടർബോ വേർഷനും കൂടിയുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ആ ഒരു വേർഷന് 7,54,000 മുതൽ 13,04,000 വരെയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. മാരുതിയുടെ വാഹനങ്ങളെല്ലാം ഇപ്പോൾ പെട്രോളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, CNGയിലുമുണ്ട്. ഡീസൽ കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഫ്രോങ്സ് 2025 ജൂലൈ മാസം 12,900 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്കോർപിയോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. സ്കോർപിയോ ക്ലാസിക് ഉണ്ട്, അത് മാത്രമല്ല സ്കോർപിയോ N എന്ന് പറയുന്ന മോഡലുണ്ട്. നമുക്കറിയാം, സ്കോർപിയോ ക്ലാസിക് ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 13,77,000 മുതൽ 17,72,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. എന്നാൽ സ്കോർപിയോ Nലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഓട്ടോമാറ്റിക് വേർഷൻ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹൈ എൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ. എക്സ്പെഷ്യലി സ്കോർപിയോ Nൻ്റെ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. 13,99,000 മുതൽ 25,15,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 2025 ജൂലൈ മാസം 13,800 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7ാം സ്ഥാനത്തുള്ളത് സ്കോർപിയോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ 1.5 ലിറ്ററിൽ വരുന്നൊരു വാഹനമാണ്. അതായത് 1500 cc വരുന്ന മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനമാണ്. CNGയിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുണ്ട്. 2025 ജൂലൈ മാസം ഈ വാഹനം 14,100 യൂണിറ്റുകൾ മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് CNG ഉണ്ട്, അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്. മൊത്തത്തിൽ ചേർത്തിട്ടാണ് 14,100 യൂണിറ്റ്. 6ാം സ്ഥാനത്താണ് ബ്രസ 2025 ജൂലൈ മാസത്തെ ടോട്ടൽ സെയിൽ നോക്കുമ്പോൾ എത്തി നിൽക്കുന്നത്. 10,36,000 മുതൽ 16,87,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 5ാമത്തെ സ്ഥാനത്ത് Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് വന്ന ഒരു വാഹനമാണ്. നമുക്കറിയാം സ്വിഫ്റ്റ് ആണ്. അതിൻ്റെ ഒരു പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. CNGയിൽ അവൈലബിൾ ആണ്. അപ്പോൾ
സ്വിഫ്റ്റ് മൊത്തത്തിൽ വിറ്റത് 14,200 യൂണിറ്റാണ്. ബ്രസ 14,100 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 100 യൂണിറ്റ് അധികം സ്വിഫ്റ്റ് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 6,49,000 മുതൽ 9,64,000 വരെയാണ് 5ാം സ്ഥാനത്തുള്ള സ്വിഫ്റ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 4ാം സ്ഥാനത്ത് നമുക്കറിയാം, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം ആദ്യത്തെ 1, 2, 3, 4 സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം എങ്ങനെ നോക്കിയാലും സെക്യൂർ ചെയ്യുന്നൊരു വാഹനമാണ് വാഗണാറാണ്. ഈ വാഗണാറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററും ഉണ്ട്, 1.2 ഉണ്ട്. 1.2 എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേർഷനാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ZXi പ്ലസ് ZXi എന്ന് പറയുന്ന 2 വേരിയൻറ്റിലാണ് ഈ പറയുന്ന 1.2 വരുന്നത്. അത് 4 സിലിണ്ടറാണ്. അത് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ, ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും അത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാം സ്ഥാനത്ത് വാഗണാറാണ്. അപ്പോൾ ഈ 2 വേർഷനും കൂടെ ചേർത്തിട്ട് 14,710 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,79,000 മുതൽ 7,62,000 വരെയാണ് വാഗണാറിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇതിൻ്റെ സെയിൽ ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് CNG വാഗണാറുകൾ വിറ്റ് പോകുന്നുണ്ട്. 4ാം സ്ഥാനത്ത് വാഗണാറാണ്. ഇനി 3ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ MPV വാഹനമാണ് എർട്ടിഗയാണ്. എർട്ടിഗ മികച്ചൊരു വാഹനമാണ്. CNGക്ക് അത്യാവശ്യം നല്ല സെയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാക്സി സെഗ്മെൻറ്റിലേക്ക് CNG കാറുകൾ ഒരുപാട് വിൽക്കുന്നുണ്ട്. 16,604 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10,85,000 മുതൽ 16,25,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 2ാം സ്ഥാനത്തുള്ള ഒരു വാഹനം മിഡ് സൈസ് SUV കാറ്റഗറിയിലെ കിങ് എന്ന് വിളിക്കുന്ന ക്രെറ്റയാണ്. ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ടർബോ എഡിഷൻ ആണ് അല്ലെങ്കിൽ പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള എൻലൈൻ വേർഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1.5 MPI എഞ്ചിനുള്ള മോഡൽ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വേർഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഉണ്ട്, അത് മാത്രമല്ല ഡീസൽ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഉണ്ട്. മൊത്തത്തിൽ ചേർത്തിട്ട് 16,898 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്രോളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 11,11,000 മുതൽ 20,42,000 വരെയാണ്. ഇനി 1ാം സ്ഥാനത്ത് വന്നൊരു വാഹനം മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. സാധാരണഗതിയിൽ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വലിയ ജനപ്രീതിയൊന്നുമില്ല. എന്നാൽ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ നിലവിൽ 2 വാഹനങ്ങളാണ് നല്ല രീതിക്ക് മത്സരിക്കുന്നത്. അത് ഡിസയറും അത് മാത്രമല്ല ഹോണ്ടയുടെ അമേസുമാണ്. അപ്പോൾ ഡിസയറാണ് 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. 20,895 യൂണിറ്റുകൾ അവർക്ക് 2025 ജൂലൈ മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AMDയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. മികച്ച വാഹനമാണ്. ടാക്സി പർപ്പസിന് വേണ്ടി ഒരുപാട് ടൂർ വേർഷനിൽ ഒരുപാട് വാഹനങ്ങൾ വിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ എന്നും ഉയർന്നു നിൽക്കുന്നതാണ്. നമ്മൾ എക്സ് ഷോറൂം പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,84,000 മുതൽ 10,19,000 വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും 10 വാഹനങ്ങളെ നമ്മൾ ടോപ്പ് 10 ലിസ്റ്റിലേക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് 7 വാഹനങ്ങളും ബലീനോ, ഫ്രോങ്സ്, ബ്രസ, സ്വിഫ്റ്റ്, വാഗണാർ, എർട്ടിഗ, ഡിസയർ അങ്ങനെ 7 വാഹനങ്ങളും മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.